ഞാൻ ഈ അന്തകമ്മികളോട് ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് വീടുകളാണ് ബഹുഭൂരിപക്ഷം മുഴുവൻ കോൺക്രീറ്റ് വീടുകൾ തന്നെയാണ്. ഓടിട്ട വീടുകളൊക്കെ അത്യാവശ്യം അവിടെ കാണുള്ളൂ. അത് വളരെ അപൂർവമാണ്. ഓട് ഓലപ്പുരകളൊക്കെ. ഇവിടെ 99.99% കോൺക്രീറ്റ് സൗധങ്ങളാണ്. ഈ നിർമ്മിച്ച് കഴിഞ്ഞാൽ കയറി താമസിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ എത്ര വീടുകൾ അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? നിങ്ങൾ പറ. 52 പരിശോധന, 112 പരിശോധന, ഇതൊന്നും നമ്മൾ നടത്താറില്ലല്ലോ. നമ്മളൊക്കെ നമ്മുടെ വീടുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകൾ, നമ്മുടെ ബന്ധുക്കളുടെ വീടുകൾ, ഈ കോൺക്രീറ്റ് വീടുകൾ, അവിടെ കോൺക്രീറ്റിംഗ് നടത്തും അല്ലേ? കോൺക്രീറ്റിംഗ് നടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി താമസിക്കും. ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്ന വീടുകളിലേക്ക് ആള് കയറി താമസിക്കുന്നതിന് മുമ്പ് തന്നെ ചോരാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, മര്യാദയ്ക്ക് പണിയെടുത്തില്ല, കള്ളത്തരം, വെട്ടിപ്പ്, അതാണ് നടന്നത്. അതാണ് ഒറ്റ ബാധ്യത പറഞ്ഞ അതാണ്. ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കി. ഒരു വീടിന് എത്രയാണ്? കേട്ട കണ്ണ് ആട്ടുംകൂട്ട് പോലുള്ള വീട്. ഇമ്മാതിരി വീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളും പണിയണമെന്ന് ആഗ്രഹിക്കില്ല. അമ്മാതിരി വൃത്തികെട്ട വീട്, ആട്ടുംകൂട്ട് പോലുള്ള ഒരു വീട്. ആ വീടിന് 26,95,000 രൂപയാണത്രേ ഒരാളെങ്കിലും പറഞ്ഞത്. അത്ര കിട്ടിയാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. കേട്ടപാടെ ആയിക്കോട്ടെ. കാരണം ഇവരുടെ പൈസയല്ലല്ലോ, നാട്ടുകാരുടെ പൈസയല്ലേ. നാട്ടുകാരുടെ പൈസ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. 27 ലക്ഷമാണ്, അങ്ങനെ 27 ലക്ഷത്തിന് ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 2 കൊല്ലമായിട്ടും 400 വീടുകളുടെ പണി പൂർത്തിയാക്കിയില്ല. 2 മാസം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. 2-3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. 2 വർഷം കാത്തിരുന്നു. അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ലാന്നേ. കാരണം ഇതൊക്കെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടോ? ദുരന്ത ബാധിതരല്ലേ, എന്ത് പ്രശ്നം, ഞങ്ങൾക്ക് പൈസ വരട്ടെ എന്നുള്ളത് മാത്രമേ പിണറായി വിജയന്റെ. ഇതിന്റെ അവസാനം ഇലക്ഷനിലേക്ക് പോകുമ്പോൾ, വോട്ടെടുപ്പിന്റെ തലേന്ന് ഞങ്ങളെന്തോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു, ഞങ്ങളുടെ വീട് ഞങ്ങളിതാ 178 ആൾക്കാരെ കയറി താമസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴത്തേക്ക് അവിടുന്ന് മറ്റേ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ആട്ടി തെളിയിച്ച് കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയുടെ കാൽക്കൽ പോയി കണ്ട് ഉന്തി തള്ളിയിട്ട് അവരെ കൊണ്ട് അവർ കാൽക്കൽ വീണതാണ്. കാരണം മുഖ്യമന്ത്രി ചെയ്തത് എന്തോ മഹത്തായ കാര്യം. എന്ത് മഹത്തായ കാര്യമാണോ മുഖ്യമന്ത്രി ചെയ്തത്? ഇയാളല്ല, വേറെ ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ ഇതൊക്കെ ചെയ്യും. ഇതല്ല, ഇതിന്റെ അങ്ങേപ്പുറം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇയാൾ ഇത്രമാത്രം തോന്നിയാസം നടത്തിയിട്ട് പോയി കാല് പിടിക്കാനോ? എന്തിന് കാല് പിടിക്കാൻ? ഈ സഖാക്കളുടെ ഏറ്റവും വലിയ എന്താ പറയാ, ഇവരുടെ നാടകം കളി. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞതിന്റെ ശരി, നാടകം കളി കളിക്കുകയാണ്. അവസാനമാണ് വീടുകളൊക്കെ ചോർന്നൊഴിച്ചത്. ഇപ്പം ഇന്നത്തെ പത്രത്തില് നോക്കിയാട്ടെ, മലയാള മനോരമ, ടൗൺഷിപ്പ് വീടുകൾക്ക് വിള്ളൽ, വീടുകൾ കൈമാറിയിട്ടില്ലെന്ന് സർക്കാരും CPM-ഉം. എന്താണ് കണ്ടില്ലേ? വീടുകൾ കൈമാറിയിട്ടില്ലെന്ന് സർക്കാരും CPM-ഉം. പിന്നെ എന്ത് നാടകമായിരുന്നോ വിജയ മാർച്ച് 1-ാം തീയതി നടത്തിയത്? ഉത്തരം പറയണോ? മാർച്ച് 1-ാം തീയതി നീയും നിന്റെ ഈ പറയുന്ന കാളികൂളി സംഘവും ഈ വയനാട് മുണ്ടക്കൈയിൽ നടത്തിയ പിന്നെ എന്തെന്നായിരുന്നു? നാട് നീളെ പത്രങ്ങളിൽ മുഴുവൻ പരസ്യം കൊടുത്ത്, ടെലിവിഷൻ ചാനലുകളിൽ മുഴുവൻ പരസ്യം കൊടുത്ത്, ഞങ്ങളിതാ 178 ആൾക്കാർക്ക് വീട് കൊടുക്കുന്നു, താക്കോൽ കൊടുക്കുന്നു, രേഖ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട്, 1.5 മാസം 52 ദിവസം കഴിഞ്ഞിട്ട് ഇന്നത്തെ പത്രത്തിൽ വീണ്ടും വാർത്തയാണ്, വീടുകൾ കൈമാറിയിട്ടില്ലെന്ന് സർക്കാരും CPM-ഉം. വീടുകൾ കൈമാറിയിട്ടില്ല അത്രേ. പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ കള്ളത്തരല്ലായിരുന്നു, കള്ള നാടകല്ലായിരുന്നു. ദുരന്തബാധിതരെ പറഞ്ഞ് പറ്റിക്കാടോ. വീടുകൾ ചോർച്ച വന്നപ്പോ പൊട്ടിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സമയം വേണം അല്ലേ? അതിനുവേണ്ടി വീട് കൈമാറിയിട്ടില്ല. പിന്നെ അന്ന് പറയുന്നില്ല, അന്ന് പിന്നെ നിങ്ങൾ ചെയ്തത് എന്തായിരുന്നോ? ഈ മാർച്ച് 1-ാം തീയതി നിങ്ങൾക്ക് വോട്ട് വേണം. നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ഈ പറയുന്ന സാധാരണ ജനങ്ങളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയൊരു നാടകം അല്ലേ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? ഈ വയനാട്ടിലെ ദുരന്ത ബാധിതരെ ഇമ്മാതിരി പറഞ്ഞു പറ്റിക്കാൻ ആരെങ്കിലും ചെയ്യും? ലോകത്ത് ആരെങ്കിലും ചെയ്യും ഇമ്മാതിരി വൃത്തികെട്ട നാറിയ പണി? ഉറ്റവരും ബന്ധുക്കളും ഒക്കെ മരിച്ചുപോയ പാവപ്പെട്ട ദുരന്ത ബാധിതരെ അവർക്കൊരു കൂര ഒരുക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു എന്താ പറയാ പാർപ്പിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കൊടുത്ത പൈസ, ആ പൈസ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നിനക്കൊന്നും പറ്റിയില്ലെങ്കിൽ നിനക്ക് എന്തിനാണോ ഇത്? മൂന്നാം തവണ നിനക്ക് 3-ാം തവണ അല്ലേ ഒരു കോൺക്രീറ്റിന്റെ വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് ചോർന്നലിക്കുന്ന വീട്? എന്നിട്ട് പറയണേ ചോർച്ചയൊന്നുമില്ല, ക്രാക്കാണ്, ഷ്രിഞ്ച് ക്രാക്ക്. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറഞ്ഞിട്ട് രാജനപ്പോ പറയാണ്, അത് നല്ല ബഹുമതിയാണ്. എടോ രാജ, നീയൊക്കെ കൂലിപ്പണിക്കാരനാണോ? നീ മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂലിപ്പണിക്കാരാണോ? ഞങ്ങളുടെ കൂലിപ്പണിക്കാരാണ് നിങ്ങൾ. എന്താ അത്ര സംശയം? പൊള്ളുന്നത് എന്തിനാണ്?
ഓ കൂലിപ്പണിക്കാരൻ എന്നല്ലേ വിളിച്ചോളൂ, മുതലാളി എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. കൂലിപ്പണിക്കാരൻ തന്നെയാണോ? കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് പണിയെടുക്കണം, മര്യാദയ്ക്ക് പണിയെടുക്കണം. ഇമാതിരി നാറിയ പണിയെല്ലാം എടുക്കുക കേട്ടോ. വീടിന് വിള്ളൽ എന്ന് പറഞ്ഞപ്പോ എവിടെയും കെട്ടുക നിങ്ങൾ? വീടിന് വിള്ളൽ എന്ന് പറഞ്ഞപ്പോ മേസട്ട് അതിന്റെ മേലെ കയറി കാണ്ട് ഉറക്കടലാസ് കൊണ്ട് ഉറച്ചു കൊടുക്കുകയാണ്. ഒരക്കൽ മന്ത്രിയാണോ താനൊക്കെ? ഒരക്കൽ മന്ത്രി. ഉളുപ്പുണ്ടോ? എന്നിട്ട് ന്യായീകരിക്കാണ്. അവിടെ വിള്ളലൊന്നുമില്ല, അവിടെ വിള്ളലില്ല, ഒന്നുമില്ല, വെള്ളം കിനിയുന്നുള്ളൂ. വെള്ളം പിന്നെ കിനിയത് ഞാൻ പറയുന്നില്ല. ഈ വെള്ളം കിനിയുന്നത് പിന്നെ ഏത് കൂടിയാണ് വെള്ളം കിനിയുന്നത്? വിള്ളലല്ലാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ വാട്ടർ പ്രൂഫിങ്, മറ്റേ പ്രൂഫിങ്, 52 പരിശോധന, 112 പരിശോധന, എവിടെയാണോ ഇതൊക്കെ കേട്ടത്? ഇതെന്താ കേരളത്തിൽ ആദ്യമായിട്ടാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ഈ എന്താ പറയുക വാക്കുകൾ കേട്ടാ വിചാരിക്കും, നിങ്ങളുടെ ഈ പറച്ചിൽ കേട്ടാ വിചാരിക്കും കേരളത്തിൽ ആദ്യമായിട്ടാണ് കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കും. കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മേലെ വെള്ളം കെട്ടി നിർത്തണം. അത് കഴിഞ്ഞിട്ട് വേറെ പരിശോധന, അത് കഴിഞ്ഞിട്ട് മറ്റേ പരിശോധന, 52 പരിശോധന, 112 പരിശോധന. മണ്ണാങ്കട്ടപ്പെടുത്ത വീടുകളൊക്കെ ഇമ്മാതിരി പരിശോധന. മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്താൽ മതിയോ? മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്താൽ മതി, ഒരു വീടും ചോരില്ല. പരിശോധന എന്നിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് പരിശോധന നടത്തുന്നത്? വീടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, വീടൊക്കെ കൊടുത്ത് കയറി താമസിച്ചോ, ഞങ്ങൾ ആ പാലുകാച്ചലിൽ വിളിച്ചാൽ മതി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവിധ ഫർണിച്ചറും ഡിവൈഎഫ്ഐന്റെ TV എല്ലാ സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ പരിശോധിക്കുകയാണ്. ഉളുപ്പില്ലാത്ത വർഗങ്ങള്. നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് പോയ ആൾക്കാർ ഇപ്പോ പശ്ചാത്തപിക്കുകയാണ്. ഇപ്പോ കൊടുത്തുപോയല്ലോ വണ്ടാറങ്ങൾക്ക് വോട്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പശ്ചാത്തപിക്കുകയാണ്. ഇനി മനോരമ കളത്തരം എഴുതിയല്ല, മാതൃഭൂമിയിൽ ഇതാ, വയനാട് ടൗൺഷിപ്പ് മെയ് ആദ്യം വീടുകൾ കൈമാറും. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മാസം ചെയ്ത് ഞങ്ങൾ പറ്റിച്ചതാണ്. അയ്യയ്യയ്യേ ഞങ്ങൾ പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് കാരണഭൂതത്തിന്റെ കാളിക്കൂളി സംഘവും അവിടെ നൃത്തം ചെയ്യുകയാണ്. ഞങ്ങൾ പറ്റിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. ചില കാലത്ത് ഇങ്ങനെ പറ്റിക്കാൻ നിന്ന് തരില്ല കേട്ടോ വിജയ. എല്ലാ കാലത്തും ഇങ്ങനെ പറ്റിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ നിന്ന് തരുമെന്നാ നീ വിചാരിക്കണ്ട കേട്ടോ. പശ്ചിമ ബംഗാളിൽ 34 കൊല്ലം നിങ്ങൾ പറ്റിച്ചു അല്ലേ? ത്രിപുരയിൽ 15 കൊല്ലം നിങ്ങൾ പറ്റിച്ചു അല്ലേ? ഇവിടെ ഇതാ 10 കൊല്ലം തുടർച്ചയായി നിങ്ങൾ പറ്റിക്കുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങളെ അല്ലേ? വയനാട് ടൗൺഷിപ്പ് മെയ് ആദ്യം വീടുകൾ കൈമാറും. വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ മെയ് ആദ്യത്തോടെ താമസക്കാർക്ക് കൈമാറുമെന്ന് മന്ത്രി കെ രാജൻ. ഈ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു ഇവിടെ കൈമാറുമ്പോ, 1-ാം തീയതി കൈമാറുമ്പോ. ഇപ്പൊ പറയാണ് മെയ് എത്രയാണ്? മെയ് ആദ്യം. നിങ്ങൾ മെയ് ആദ്യം കൈമാറണ്ടോ? മെയ് 4-ാം തീയതി നിങ്ങളെ മൂടോടെ നിങ്ങളെ പറിച്ചെറിയും കേട്ടോ. നിങ്ങൾ കൈമാറാൻ വരുന്നത് ആ പരിസരത്ത് വരരുത്. ഇനിയും മണ്ണിനടിയിൽ കിടക്കുന്ന 1056 ആൾക്കാരുണ്ട് കേട്ടോ. മൃതദേഹം പോലും കിട്ടാത്ത ആൾക്കാർ. അവരുടെയൊക്കെ ശാപം ഉണ്ടല്ലോ വിജയ. കാരണം ഈ സുഗതകുമാരി ടീച്ചറുടെ കവിതയുണ്ട്, മരിച്ച കുഞ്ഞുങ്ങൾ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. മരിച്ച കുഞ്ഞുങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് പിന്നാലെ വരുന്നുണ്ട് വിജയ. ഓർമ്മിച്ചോ? ടൗൺഷിപ്പ് വീടുകൾക്ക് വിള്ളൽ. പുതിയ വാർത്തയില്ലല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയായി വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൈസ കൊണ്ട്, അതായത് ജനങ്ങളുടെ പൈസ കൊണ്ട് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയ അവിടെ ഒരു 410 വീടുകളുടെ നിർമ്മാണം. ആ നിർമ്മാണം ഈ മാർച്ച് 1-ാം തീയതി, കഴിഞ്ഞ മാസം 1-ാം തീയതി, ഇന്ന് ഡേറ്റ് 21 അതായത് 52 ദിവസങ്ങൾക്ക് മുമ്പ് 178 വീട്ടുകാരെ വിളിച്ചു വരുത്തി, ഇന്നാ കയറി താമസിച്ചോ, ഞങ്ങളുടെ വക നിങ്ങൾക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത് ഞങ്ങളെന്ന് പറഞ്ഞാൽ തൈക്കണ്ടി കുടുംബത്തിലെ പിണറായി വിജയന്റെ ഈ സർക്കാരുമാണ് ഇതൊക്കെ ചെയ്തത്. അന്ന് ചാനലുകൾ മുഴുവനും പത്രങ്ങൾ മുഴുവനും ഈ എന്താ പറയാ ഉദ്ഘാടന മാമാങ്ക വാർത്തകളായിരുന്നു. 178 വീടുകൾ ഞങ്ങളിതാ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലുള്ളിൽ ഈ കൊടുത്ത വീടുകളിൽ ഇതേവരെ ആരും താമസിക്കാൻ തുടങ്ങിയില്ല. കാരണം ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു. പിണറായി വിജയൻ സർക്കാർ ഇലക്ഷന് തൊട്ട് മുമ്പ്, വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഇവിടുത്തെ ദുരന്തബാധിതരെ പറ്റിച്ചതിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പറഞ്ഞു പറ്റിച്ചതിൻ്റെ കഥകൾ.